Hi all, welcome back. Today's topic is Principles of Language Teaching. എന്താണ് Principles of Language Teaching എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? What is principle? Principles എന്ന് പറയുമ്പോൾ ജനറൽ ഐഡിയാസ് റൂൾസ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്. ഒരുപാട് ലാംഗ്വേജ് ഭാഷാശാസ്ത്രത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി റൂൾസ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട് എങ്ങനെ ഒരു ലാംഗ്വേജ് പഠിപ്പിക്കണം എന്നതിനെ കുറിച്ചിട്ട്. സോ അതിൻ്റെ ബേസിക് ഓർ ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്രത്യേകിച്ചും കേട്ടറ്റ് എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടും. കാരണം കേട്ടറ്റിൻ്റെ ഒരു സിലബസിൻ്റെ ഒരു ഭാഗമായിട്ട് ഉള്ളതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ലാംഗ്വേജിനെ ഒന്ന് ജനറലായിട്ട് പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് പ്രിൻസിപ്പിൾസിലേക്ക് കടക്കാം. ഓക്കെ. So, language is a medium through which one can express one's ideas, thoughts and feelings. അല്ലേ, നമ്മുടെ ഐഡിയാസും തോട്ട്സും ഫീലിങ്സും ഒക്കെ നമ്മൾ ഏതിലൂടെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ലാംഗ്വേജിലൂടെയാണ്. ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആർ സ്പോക്കൺ ഇൻ ദ വേൾഡ്. ഒരുപാട് ലാംഗ്വേജസ് ലോകത്തിൽ പല ലാംഗ്വേജസ് ഉണ്ട് അല്ലേ. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അസർട്ടൈൻ ഹൗ ദീസ് ലാംഗ്വേജസ് ആർ ഒറിജിനേറ്റ്. എങ്ങനെയാണ് ഈ ഭാഷകളൊക്കെ ഉണ്ടായത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ള ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. നമുക്ക് അങ്ങനെ ഒരു അത്രയും ഡിഫിക്കൽട്ടായ ഒരു പ്രോസസ്സാണ് എങ്ങനെയാണ് ഈ ഭാഷ, ഈ പലതരത്തിലുള്ള ഭാഷ ഇതുപോലെ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ബേസിക്കലി നമ്മൾ പണ്ട് കാലത്ത് അറിയപ്പെടുന്നത് ആൾക്കാർ ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ, ഭാഷ കണ്ടുപിടിച്ചിട്ടില്ലാത്ത സമയത്ത് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുള്ളത്? ബൈ സിമ്പിൾസ് ഓർ സിഗ്നൽസ് ഓർ പോസ്റ്റേഴ്സ്, ജസ്റ്റേഴ്സിലൂടെയൊക്കെയാണ് അല്ലേ, എന്തൊക്കെയോ ആംഗ്യങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുള്ളത്. സോ ലാംഗ്വേജ് ഈസ് എ ഹ്യൂമൻ സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് യൂസസ് ആർബിറ്ററി സിഗ്നൽസ് സച്ച് ആസ് വോയിസ്, സൗണ്ട്സ്, ജസ്റ്റേഴ്സ് ആൻഡ് റിട്ടൺ സിമ്പിൾസ്. സോ ദീസ് ആർ എബൌട്ട് ലാംഗ്വേജ്. ഇനി ഒരുപാട് സവിശേഷതകളുണ്ട് നമ്മുടെ ലാംഗ്വേജിന്. ഭാഷയ്ക്ക് ഒത്തിരി സവിശേഷതകളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ലാംഗ്വേജ്. ലാംഗ്വേജ് ഈസ് എ വൈറ്റൽ പാർട്ട് ഓഫ് ഗ്രോത്ത് പ്രോസസ്സ്. നമ്മുടെ വളർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ലേ. സോ ലാംഗ്വേജ് എക്സിസ്റ്റ് ഇൻ എ സൊസൈറ്റി. ഇറ്റ് ഈസ് എ മീൻസ് ഓഫ് നറിഷിംഗ് ആൻഡ് ഡെവലപ്പിംഗ് കൾച്ചർ ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ഹ്യൂമൻ റിലേഷൻ. മനുഷ്യൻ്റെ ബന്ധവും അതുപോലെ മനുഷ്യനിൽ സംസ്കാരവും എല്ലാം വളർത്തുന്നത് ഏതിലൂടെയാണ്? ഭാഷയിലൂടെയാണ്. നമ്മൾ സൊസൈറ്റിയെ അറിയുന്നതും നമ്മളൊരു സൊസൈറ്റി ജീവിയായി മാറുന്നതും ഏതിലൂടെയാണ്? ഭാഷയിലൂടെയാണ്. സോ ഭാഷ, ലാംഗ്വേജ് ഈസ് എ വൈറ്റൽ പാർട്ട് ഓഫ് ഗ്രോത്ത് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ. And the next one is language is symbolic. Language consists of various symbols that are employed to denote some objects, occurrences or meaning. Language construction നടത്തിയിട്ടുള്ളത് ഒരുപാട് സിമ്പിൾസിലൂടെയാണെന്നാണ് പറയുന്നത്. So the third one, language is systematic. Although language is symbolic, its symbols are arranged in a particular system. അല്ലേ, എല്ലാം ഒരു പെർട്ടിക്കുലർ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓരോ സിമ്പിൾസും അല്ലേ. All languages are phonological and grammatical systems and within a system there are several subsystems. എല്ലാ ലാംഗ്വേജസിനും അതിൻ്റെതായ ഫോണോളജിക്കൽ സിസ്റ്റം ഉണ്ട്, ഗ്രാമാറ്റിക്കൽ സിസ്റ്റംസും ഉണ്ട്. സോ എല്ലാ സിമ്പിൾസിനെയും അതിൻ്റെ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടാണ് ലാംഗ്വേജ് കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുള്ളത്. And the next one is language is arbitrary. എന്താ ആർബിട്രറി എന്ന് പറയാൻ കാരണം, there is no inherent relation between the words of a language and their meaning. ഒരു വേർഡും അതിൻ്റെ മീനിങ്ങും തമ്മിൽ ബന്ധമൊന്നും ഉണ്ടാവില്ല അല്ലേ. കാരണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൂച്ച, ഇംഗ്ലീഷിൽ മലയാളത്തിൽ പൂച്ച എന്ന വേർഡ് ഇംഗ്ലീഷിലാകുമ്പോഴത്തേക്കും ക്യാറ്റായി മാറുന്നു അല്ലേ. വേർഡും മീനിങ്ങും തമ്മിൽ ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ ഒരേ വേർഡായിരിക്കണം ഓൾ ഓവർ ദ വേൾഡ്, അങ്ങനെയല്ലല്ലോ. സോ ഓരോ ഭാഷയിലും ഓരോ വേർഡായിരിക്കും ഓരോ ഒബ്ജക്റ്റിന് ഉണ്ടാവുക അല്ലേ. ഓരോ ഒബ്ജക്റ്റിന് എന്തിനാണെങ്കിലും ശരി എല്ലാ വേർഡ്സും ഡിഫറെൻ്റ് ആണ്. സോ അതിൻ്റെ അർത്ഥം വയ്ക്കുന്നത് എന്ന് വെച്ചാൽ there is no relationship between the words and their meaning or the idea conveyed by them. Okay. And the next one is language is productive and creative. നമുക്ക് ലാംഗ്വേജസിൻ്റെ ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പുതിയ ആശയങ്ങളും പുതിയ ഐഡിയാസും കൺവേ ചെയ്യാൻ വേണ്ടി പറ്റും. The structural elements of human language can be combined to produce new utterances. പുതിയ ഐഡിയാസും പുതിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ലാംഗ്വേജിലൂടെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ വേണ്ടി, ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സാഹിത്യ ഭാഷയിൽ കവിതയിലും നോവലിലും കഥയിലുമൊക്കെ പുതിയ ആശയങ്ങൾ എഴുത്തുകാർ നമുക്ക് വായനക്കാർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരാറുണ്ട്. അവരുടേതായ രീതിയിൽ ഭാഷയെ ക്രമീകരിച്ചുകൊണ്ട് അല്ലേ. സോ അത് നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നുമുണ്ട്. അതാണ് ഭാഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ ലാംഗ്വേജ് ഈസ് സോ പ്രൊഡക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ്. So we are moving on to the next section, aims of language teaching. ഒരു ഭാഷാ പഠനം കുട്ടികൾക്ക് പുതിയൊരു ഭാഷ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ സ്പീക്കേഴ്സ് ലാംഗ്വേജ് അല്ലേ. മറ്റൊരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എബിലിറ്റി ടു റീഡ് അലോങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. നമ്മളൊരു സംഭവം വായിക്കുമ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അതിൻ്റെ അർത്ഥം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എബിലിറ്റി ടു എക്സ്പ്രസ് ഫ്ലുവൻ്റ്ലി ആൻഡ് ഡൈവേഴ്സ്ലി യൂസിങ് ഡിഫറെൻറ്റ് സ്കിൽസ്. നമ്മുടെ ഐഡിയാസൊക്കെ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ എബിലിറ്റി ടു ലേൺ ടെക്നോളജിക്കൽ ലാംഗ്വേജസ്.
ടെക്നോളജിക്കൽ ലാംഗ്വേജ് ഉണ്ടല്ലോ, നമ്മൾ മ്യൂസിക്കിലും കമ്പ്യൂട്ടറിലും ആൻഡ് സ്പോർട്സിലൊക്കെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ സയൻറ്റിഫിക് ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ്. നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ക്രിയേറ്റീവ് സ്കിൽസ്. നമ്മുടെ ക്രിയേറ്റീവ് സ്കിൽസ് ലാംഗ്വേജ് പഠനത്തിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഡെവലപ്മെൻറ്റ് ഓഫ് ലേണേഴ്സ് സെൻസിറ്റിവിറ്റി ടുവേർഡ്സ് നാഷണൽ ഇഷ്യൂസ്, കൾച്ചറൽ ഹെറിറ്റേജ് ആൻഡ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് കണ്ടംപററി ലൈഫ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് ഭാഷയിലൂടെയാണ്. ഭാഷ അറിയില്ലാത്ത ഒരാൾക്ക് ഇതൊക്കെ ഡിഫിക്കൽട്ടായിരിക്കും, ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല അല്ലേ. സോ ഇതിനെല്ലാം നമ്മളെ ഭാഷാ പഠനം സഹായിക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എയിംസ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ വരുന്നത്, ഭാഷ പഠിപ്പിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ വരുന്നത്. സോ വി ആർ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് സെക്ഷൻ. ഇമ്പോർട്ടൻസ് ഓഫ് ലാംഗ്വേജ്. എന്താണ് ഭാഷയുടെ പ്രാധാന്യം? ലാംഗ്വേജ് ഈസ് ഓഫ് പ്രൈമറി സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. നമ്മുടെ ചിന്തകളും ഐഡിയാസും എല്ലാം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഏതിലൂടെയാണ്? ഭാഷയിലൂടെയാണ്. അതുപോലെ ദ 3 phases ഓഫ് ഹ്യൂമൻ നോളജ്: പ്രിസർവേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് അഡ്വാൻസ്മെൻറ്റ്. അറിവ് നമ്മൾ ശേഖരിക്കുന്നതും അതുപോലെ പകർന്നു കൊടുക്കുന്നതും അതുപോലെ അതിനെ അഡ്വാൻസ് ചെയ്യുന്നതും ഏതിലൂടെയാണ്? ഭാഷയിലൂടെയാണ്. ഇതൊക്കെ ഓൺലി ത്രൂ ലാംഗ്വേജ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലാംഗ്വേജ് മാത്രമേ നമുക്ക് അറിവ് പ്രിസർവ് ചെയ്യാനും ട്രാൻസ്മിഷൻ നടത്താനും അഡ്വാൻസ്മെൻറ്റ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അതുപോലെ തന്നെ ലാംഗ്വേജ് ഈസ് ഓൾസോ ദ സോഴ്സ് ഓഫ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ്. നമ്മുടെ സാംസ്കാരിക ഡെവലപ്മെൻറ്റിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ലാംഗ്വേജ് തന്നെയാണ്. സോ ഇതൊക്കെയാണ് ഭാഷയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ് എന്ന് നോക്കാം. Study and using of the English language is important in India as it is the most common foreign language അല്ലേ. ഇന്ത്യ ഒരു മൾട്ടി ലാംഗ്വേജ് കൺട്രിയാണ്, നമുക്കറിയാം അല്ലേ. പല ഭാഷകളാണ് ഓരോ സംസ്ഥാനങ്ങളിലും സംസാരിക്കുന്നത്. സോ ഒരു കോമൺ ആയിട്ട് ഒരു ഫോറിൻ ലാംഗ്വേജ് ഉണ്ടായാൽ തന്നെ അത് ഭയങ്കര ഉപകാരപ്പെടും ആൾക്കാർക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട്. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ പോകുകയാണെങ്കിൽ കൂടി സ്റ്റഡി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് രാജ്യത്ത് പോയിട്ടും ഈസി ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി പറ്റും. സോ ഇൻ ദാറ്റ് വേ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അക്കോർഡിംഗ് ടു ദി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, അക്കോർഡിംഗ് ടു UGC, ഇംഗ്ലീഷ് ഈസ് ലാംഗ്വേജ് വിച്ച് ഈസ് റിച്ച് ഇൻ ലിറ്ററേച്ചർ, ഹ്യൂമനിസ്റ്റിക്, സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ. എല്ലാ മേഖലയിലും റിച്ച് ആയിട്ട് നിൽക്കുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. നമ്മുടെ സെൻറ്റിമെൻ്റൽ ഇമോഷണലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷിനെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളുടെ ഒരു അറിവ് താഴ്ന്നു തന്നെ നിൽക്കും, നമ്മൾ മുകളിലേക്ക് ഉയർന്നു വരികയില്ല. സോ ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് എന്തുകൊണ്ടും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ. In the same way, English is also the primary language of the press and internet. ഇന്റർനെറ്റിലും പ്രസ്സിലും എല്ലാം പ്രൈമറി ലാംഗ്വേജ് ഏത് തന്നെയാണ്? ഇംഗ്ലീഷാണ്. അതുപോലെ more books and newspapers are written in English than in any other language. മറ്റേത് ഭാഷയേക്കാളും കൂടുതൽ നമ്മൾ ബുക്സും ന്യൂസ് പേപ്പേഴ്സും എല്ലാം പ്രിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഇംഗ്ലീഷ് ഈസ് ദ ഓൺലി ലാംഗ്വേജ് where maximum resources are available which makes easier to learn. നമ്മുടെ പഠനത്തിൻ്റെ അറിവിൻ്റെ മേഖലയിൽ ഏറ്റവും ഉയർന്നു തന്നെ നിൽക്കുന്നത് ഇംഗ്ലീഷ് ഭാഷ തന്നെയാണ്. ഇംഗ്ലീഷ് ബീയിങ് ആൻ ഇൻ്റർനാഷണൽ ലാംഗ്വേജ് മേക്സ് ട്രാവൽ ആൻഡ് ബിസിനസ് കൺവീനിയൻറ്റ് ഫോർ അതേഴ്സ് അല്ലേ. ഇംഗ്ലീഷ് ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആണ്. ഓൾ ഓവർ കൺട്രിയിൽ ഇപ്പോൾ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് രാജ്യത്ത് പോവുകയാണെങ്കിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. ഓക്കെ. So now we are moving on to the main part of the topic, principles of language teaching. Principles of language teaching. The first principle is theory of motivation and interest. Motivation is an important factor in language learning, particularly in learning a second language. Second language പഠിപ്പിക്കുമ്പോഴത്തേക്കും അതിൽ മോട്ടിവേഷൻ്റെ മോട്ടിവേഷൻ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഇംഗ്ലീഷ് റിസോഴ്സസ് ആൻഡ് ടെക്സ്റ്റ് ബുക്ക് ഷുഡ് ബി സെലക്റ്റഡ് അക്കോർഡിംഗ് ടു ദി ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്സ് ഓഫ് സ്റ്റുഡൻസിൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടുള്ള അവരുടെ ഏജ് ലിമിറ്റിനനുസരിച്ചിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ചൂസ് ചെയ്തിട്ട് വേണം നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ അക്കോർഡിംഗ് ടു ദി ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് students, we should select the resources and textbooks. The teacher can arouse people's interest in number of ways. നമുക്ക് പലതരം മെത്തേഡ്സുകൾ യൂസ് ചെയ്യേണ്ടി വരും കുട്ടികളുടെ ഇൻട്രസ്റ്റ്, താല്പര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ചാർട്ട്സ്, പിക്ചേഴ്സ്, ഫ്ലാഷ് കാർഡ്സ്, മോഡൽസ്, ബ്ലാക്ക് ബോർഡ്. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് കുട്ടികളുടെ ഇൻട്രസ്റ്റ് നമ്മൾ വർദ്ധിപ്പിച്ചെടുക്കുക തന്നെ വേണം ഒരു സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത്. സോ അവരുടെ മോട്ടിവേഷൻ ആൻഡ് ഇൻട്രസ്റ്റിലൂടെ നമുക്ക് ലാംഗ്വേജ് ലേണിംഗ് ഈസി ആക്കാൻ വേണ്ടി പറ്റും. സോ ദ നെക്സ്റ്റ് വൺ, തിയറി ഓഫ് ഇമിറ്റേഷൻ.
എന്താണ് തിയറി ഓഫ് ഇമിറ്റേഷനിലൂടെ വരുന്നത്? അക്കോർഡിംഗ് ടു മെനി സൈക്കോളജിസ്റ്റ് ദ ചൈൽഡ് ലേൺ എ ലാംഗ്വേജ് ത്രൂ ഇമിറ്റേഷൻ. അല്ലേ, ഇമിറ്റേഷനിലൂടെയല്ലേ നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നത്? അത് നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജും അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെ? മാതൃഭാഷയും അങ്ങനെ തന്നെയാണ്, ഇമിറ്റേഷനിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഗുഡ് സ്പീച്ച് ഇസ് ദ റിസൾട്ട് ഓഫ് ഇമിറ്റേഷൻ ഫോളോഡ് ബൈ ഇൻറ്റൻസീവ് പ്രാക്ടീസ് ഹെൽപ്സ് ഇൻ ദ മാസ്റ്ററി ഓഫ് ദ ലാംഗ്വേജ് സിസ്റ്റം. നമ്മൾ ഇൻറ്റൻസീവായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഇമിറ്റേഷനിലൂടെയാണ് നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നത്. സോ തിയറി ഓഫ് ഇമിറ്റേഷൻ അത്രയേ ഉള്ളൂ. സോ മൂവിങ് ഓൺ ടു ദ next one, theory of habit formation. ലാംഗ്വേജ് ലേണിംഗ് കുട്ടികളുടെ ഒരു ഹാബിറ്റായിട്ട് മാറുന്ന രീതിയിലുള്ള വർക്ക് വേണം ടീച്ചേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ടീച്ചേഴ്സ് ക്യാൻ മേക്ക് ലാംഗ്വേജ് പാറ്റേൺസ് എ ഹാബിറ്റ് ടു ഇൻറ്റൻസീവ് പാറ്റേൺ പ്രാക്ടീസ് ഇൻ എ വെറൈറ്റി ഓഫ് സിറ്റുവേഷൻ. അതിനനുസരിച്ചിട്ടുള്ള സിറ്റുവേഷൻ, അതിനനുസരിച്ചുള്ള വർക്ക്, ഇതൊക്കെയാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അവരുടെ ഉള്ളിൽ ഒരു ഹാബിറ്റായിട്ട് മാറണം ലാംഗ്വേജ് ലേണിംഗ്. അവരുടെ സ്പീച്ച്, ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ, എവറിത്തിങ് ഷുഡ് ബി ഫോംഡ്. അല്ല, ഇൻ എ ലാംഗ്വേജ് ലേണിംഗ് ഹാബിറ്റ്സ് ഓഫ് സ്പീച്ച്, ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഷുഡ് ബി ഫോംഡ്. അതുപോലെ കുട്ടികൾക്കൊരു ഹാബിറ്റായി മാറുന്ന രീതിയിലുള്ള വർക്ക് ആയിരിക്കണം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അതിനനുസരിച്ചുള്ള സിറ്റുവേഷൻസ് ക്ലാസ് റൂമിൽ കൊടുക്കുകയും ഒക്കെ വേണമെന്നാണ് പറയുന്നത്. അതാണ് തിയറി ഓഫ് ഹാബിറ്റ് ഫോർമേഷനിൽ വരുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, തിയറി ഓഫ് എക്സസൈസ്. പ്രാക്ടീസിലൂടെ നമുക്ക് ഒരുപാട് ഈസി ആക്കി മാറ്റാൻ വേണ്ടി പറ്റും ലാംഗ്വേജ് ലേണിംഗ് ആൻഡ് ടീച്ചിങ്, അല്ലേ? അക്കോർഡിംഗ് ടു B.F. Skinner, psychological experiments have proved that practicing and drilling play an important part in language teaching. Practice and drilling play an important റോൾ ഇൻ ലാംഗ്വേജ് ടീച്ചിങ് എന്നുള്ളത് ഒരുപാട് സൈക്കോളജിക്കൽ എക്സ്പെരിമെൻറ്റ്സ് തന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് B.F. Skinner പറയുന്നത്. ടീച്ചേഴ്സ് ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് റിപ്പീറ്റേഷൻ ഓഫ് തിങ്സ് അറ്റ് പ്രോപ്പർ ഇൻ്റർവെൽ ഷുഡ് ബി ഡൺ. ഓരോ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ പ്രാക്ടീസ് ഒരു ഹാബിറ്റാക്കി മാറ്റേണ്ടതുണ്ട്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് തിയറി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഓരോ കുട്ടിയിൽ നിന്ന് വ്യത്യസ്തരാണ് എന്നുള്ളത് ടീച്ചേഴ്സായ നമ്മുടെ മനസ്സിൽ പഠിപ്പിക്കുന്ന സമയത്തുണ്ടായിരിക്കണം, അല്ലേ? എവറി ചൈൽഡ് ഈസ് യുണീക്ക് ആൻഡ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. ഇൻ ലാംഗ്വേജ് ടീച്ചിങ് വി ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് ലേണേഴ്സ് പൊസസസ് ഡിഫറെൻറ്റ് എബിലിറ്റീസ് ആൻഡ് പേഴ്സണാലിറ്റീസ് ആൻഡ് ബിലോങ് ടു ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സിൽ. ഓരോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അവരുടെ കഴിവും പേഴ്സണാലിറ്റിയും എല്ലാം വ്യത്യസ്തമായിരിക്കും. സോ അതിനനുസരിച്ചിട്ടുള്ള സ്റ്റിമുലസ് വേണം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ടീച്ചിങ് ഹാസ് ടു ബി done keeping in mind that individual differences and problems arising out of it. നമ്മൾ ഓരോ കുട്ടിയുടെയും ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയത്. ടീച്ചേഴ്സ് ഷുഡ് അഡോപ്റ്റ് ഡിഫറെൻറ്റ് ടാക്സ് സ്ട്രാറ്റജീസ് ആൻഡ് മൾട്ടിപ്പിൾ അപ്രോച്ചസ് ടു മേക്ക് ലേണിംഗ് മീനിങ് ഫുൾ. നമ്മൾ ഒരുപാട് മെത്തേഡ്സിലൂടെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ കുട്ടിയുടെയും ഇൻഡിവിജ്വാലിറ്റി കണക്കാക്കിക്കൊണ്ട്, അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള സ്റ്റിമുലസ് കൊടുത്തുകൊണ്ട് നമ്മൾ ടീച്ചിങ് ലാംഗ്വേജ് ടീച്ചിങ് എന്നുള്ളത് ഒരു മീനിങ് ഫുൾ ഫ്രൂട്ടാക്കി മാറ്റേണ്ടതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, തിയറി ഓഫ് യൂസിങ് മദർ ടങ്. ദ മദർ ടങ് ഷുഡ് ബി സ്പാരിംഗ്ലി ആൻഡ് ജുഡീഷ്യലി യൂസ്ഡ് വൈൽ ടീച്ചിങ് ഇംഗ്ലീഷ്. നമ്മൾ പരമാവധി മദർ ടങ് യൂസ് ചെയ്യുന്നത് കുറയ്ക്കണം എന്നാണ് പറയുന്നത്. ഓഫ് കോഴ്സ് അറ്റ് an early stage some explanation will have to be given in people's മദർ ടങ്, റൈറ്റ്? ചെറിയ പ്രായത്തിൽ നമ്മൾ നമ്മുടെ മദർ ടങ്ങിൽ കുറച്ച് എക്സ്പ്ലനേഷനൊക്കെ കൊടുക്കേണ്ടി വരും. ബട്ട് ക്ലാസ് കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് നമ്മൾ മദർ ടങ്ങിൻ്റെ യൂസേജ് നന്നായിട്ട് കുറയ്ക്കണം എന്നാണ് പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജിലേക്ക് മദർ ടങ്ങിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൂടിക്കൂടി വരും. സോ നമ്മൾ പരമാവധി കുറച്ചിട്ട് തന്നെ മദർ ടങ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, and the next one, correlation with life. English should be practiced in everyday situations with which children can easily identify, അല്ലേ? എവറിഡേ സിറ്റുവേഷൻസിലും ചുറ്റുപാടും കണ്ടും കേട്ടും പഠിപ്പിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ വേർഡ്സിൻ്റെയും മീനിങ് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ എങ്ങനെയാണോ മദർ ടങ് പഠിപ്പിച്ചിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ നമ്മൾ എവറിഡേ സിറ്റുവേഷൻസിൻ്റെ ബേസിസിൽ തന്നെ നമ്മൾ സെക്കൻഡ് ലാംഗ്വേജും പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ആൻഡ് ദ നെക്സ്റ്റ് വൺ, തിയറി ഓഫ് ഓറൽ അപ്രോച്ച്. ഓറൽ അപ്രോച്ച് പറയുമ്പോൾ ഓറൽ അപ്രോച്ചിന് സ്പീച്ചിന് മുൻഗണന കൊടുക്കണം എന്നാണ് പറയുന്നത്. സ്പീച്ച് മോട്ടിവേറ്റ്സ് ദ ലേണേഴ്സ് ടു ലേൺ. സ്പീച്ച് മസ്റ്റ് പ്രൊസീഡ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. എഴുതാനും വായിക്കാനും പഠിക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് പഠിക്കണം? സംസാരിക്കാൻ പഠിക്കണം എന്നാണ് പറയുന്നത്. മദർ ടങ് നമ്മൾ അങ്ങനെ തന്നെയല്ലേ പഠിക്കുന്നത്? നമ്മൾ ആദ്യം സംസാരിക്കാനാണ് പഠിക്കുന്നത്, അതിനുശേഷമാണ് നമ്മൾ എഴുതുകയും വായിക്കാനൊക്കെ പഠിക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെ ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജ് ഇതുപോലെ പഠിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ലെസൺ ഷുഡ് ബിഗിൻ early as learning to speak a language is always the shortest way to learn, read and write it. ആദ്യം തന്നെ സംസാരിക്കാൻ പഠിച്ചതിന് ശേഷം റൈറ്റിങ്ങിലോട്ടും റീഡിങ്ങിലോട്ടും പോകണം എന്നാണ് പറയുന്നത്. ഓക്കെ,
ആൻഡ് ദ ലാസ്റ്റ് വൺ, തിയറി ഓഫ് സെലക്ഷൻ ആൻഡ് ഗ്രഡേഷൻ. കുട്ടികൾക്ക് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സംഭവം ഏറ്റവും ഈസിയസ്റ്റ് വണ്ണിൽ നിന്ന് മുകളിലോട്ടാണ് പോവേണ്ടത്. അല്ലാണ്ട് ആദ്യം തന്നെ നമ്മൾ ഡിഫിക്കൽട്ടായിട്ടുള്ള കുറേ വേർഡ്സ് സ്ട്രക്ചേഴ്സും ഒന്നും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പാടില്ല. ഇറ്റ് ഷുഡ് നോട്ട് ബി ടു റിജിഡ് ഗ്രേഡിംഗ്. ദർ ഷുഡ് ബി സ്ട്രക്ചറൽ ആൻഡ് വൊക്കാബുലറി ഗ്രേഡിംഗ്. നമ്മൾ വേർഡ്സിൻ്റെ സ്ട്രക്ചറിൻ്റെ കാര്യത്തിലാണെങ്കിലും വൊക്കാബുലറി പഠിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഏറ്റവും ഈസിയസ്റ്റ് എന്ന് തുടങ്ങണം. എസെൻഷ്യൽ വൊക്കാബുലറി ആൻഡ് ബേസിക് സ്ട്രക്ചേഴ്സ് ഓഫ് ദ ലാംഗ്വേജ് ഷുഡ് ബി ടോട്ട് ഫസ്റ്റ്. ബേസിക് ആയിട്ടുള്ള ഈസിയസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം തന്നെ പഠിപ്പിച്ച് തുടങ്ങേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി, മാക്സിംസ് യൂസ്ഡ് വൈൽ ടീച്ചിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം. സിമ്പിളാണ്, കുറച്ച് പോയിന്റ്സ് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് നോൺ ടു ദി അൺനോൺ. അതിൽ തന്നെയുണ്ട് അർത്ഥം അല്ലേ, അറിയുന്നതിൽ നിന്നും അറിയാത്തതിലേക്ക് വേണം പോകാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് ഓൾറെഡി അറിവുള്ള എന്താണോ അറിയുക അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ലെസൺ പഠിപ്പിക്കേണ്ടതായിട്ടുള്ളത്. ടീച്ചിങ് ഷുഡ് ബി ക്യാരിഡ് ഓൺ വാട്ട് ദ സ്റ്റുഡൻസ് ന്യൂ either in their native language or in the English language. It is considered that old knowledge lays the foundation of new knowledge. പുതിയ അറിവിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഓൾഡ് നോളജ് ആണ്. എക്സാമ്പിൾ, pronoun in English grammar should be taught when the learner has a knowledge of nouns. Noun എന്താണെന്ന് പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ pronouns പഠിപ്പിക്കാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, ഇതാണ് നോൺ ടു അൺനോൺ എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സിമ്പിൾ ടു കോംപ്ലക്സ്. അതിലും അതിൻ്റെതായ അർത്ഥം അതിൽ തന്നെ ഉണ്ടല്ലേ. സിമ്പിളിൽ നിന്ന് തുടങ്ങിയിട്ട് വേണം കോംപ്ലക്സ് ആയിട്ടുള്ള ഐറ്റംസ് പഠിപ്പിക്കാൻ വേണ്ടി. സിമ്പിൾ തിങ്സ് ആൻഡ് വൊക്കാബുലറി ഷുഡ് ബി ഫസ്റ്റ് ബിഫോർ പ്രൊസീഡിങ് ടു കോംപ്ലക്സ് സെൻറ്റൻസസ് ഓർ വൊക്കാബുലറി ഐറ്റംസ്. ചെറിയ ചെറിയ വാക്കുകൾ നമ്മൾ മലയാളത്തിലാണെങ്കിൽ എങ്ങനെയാണ് പഠിപ്പിക്കുക? തറ പറ എന്ന് പറയുന്നുള്ള സിമ്പിൾസ് വേർഡ്സ് ആണ് ആദ്യം യൂസ് ചെയ്യുക അല്ലേ, പഠിപ്പിക്കുക. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷും. സിമ്പിൾ സെൻറ്റൻസസിലൂടെയും സിമ്പിൾ വേർഡ്സും ആണ് ആദ്യം പഠിപ്പിക്കേണ്ടത്, പിന്നീടാണ് കോംപ്ലക്സിലോട്ട് പോവേണ്ടത്. ബൈ ലേണിംഗ് സിമ്പിൾ തിങ്സ് ലേണേഴ്സ് ഫീൽ മോട്ടിവേറ്റഡ് and confident which would certainly help in better understanding of complex things. Simple things മനസ്സിലാക്കുന്നതിലൂടെ കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് വരും, എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് അവർ കോംപ്ലക്സ് തിങ്സ് കൂടി ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റപ്പിലോട്ട് വരുന്നത്. സോ സിമ്പിൾ ടു കോംപ്ലക്സ്, അത്രയേ ഉള്ളൂ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട്. കോൺക്രീറ്റ് തിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദോസ് തിങ്സ് ആർ റിയൽ തിങ്സ് വിച്ച് ക്യാൻ ബി സീൻ അല്ലേ, നമുക്ക് കാണാനും അടുത്തറിയാനും പറ്റുന്ന കാര്യങ്ങളാണ് കോൺക്രീറ്റ് തിങ്സ് എന്ന് പറയുന്നത്. നമ്മുടെ സെൻസസ് കൊണ്ട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അബ്സ്ട്രാക്ട് തിങ്സ് ക്യാൻ ബി ജസ്റ്റ് ഇമാജിൻഡ്. അബ്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് അബ്സ്ട്രാക്ട് തിങ്സിൻ്റെ അണ്ടറിൽ വരുന്നത്. ടീച്ചിങ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോൺക്രീറ്റ് ഒബ്ജക്ട്സ് ലാസ്റ്റ് ഫോർ എ ലോങ്ങർ പീരിയഡ് അല്ലേ. നമ്മൾ കോൺക്രീറ്റ് ഒബ്ജക്ട്സ് കാണിച്ചു കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടികളുടെ മനസ്സിൽ അത്രമാത്രം പതിയും അല്ലെ. എക്സാമ്പിൾ, എ ലേണർ കാൻ ഇമാജിൻ എ ഗോൾഡൻ ആപ്പിൾ ഓൺലി ഇഫ് ഹി ഹാസ് സീൻ ആൻ ആപ്പിൾ. ഒരു ആപ്പിൾ കാണിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണെങ്കിൽ അത് ഇത്രയും പെട്ടെന്ന് തന്നെ കുട്ടികളുടെ മനസ്സിലോട്ട് പതിയും അല്ലേ. സോ അങ്ങനെയാണ് നമ്മൾ കോൺക്രീറ്റ് തിങ്സ് പഠിപ്പിച്ചതിന് ശേഷം അബ്സ്ട്രാക്റ്റ് തിങ്സ് പഠിപ്പിക്കണം എന്നാണ് പറയുന്നത്. And the next one is analysis to synthesis. When teaching is done from the detailed teaching to summarizing, we go from analysis to synthesis. Detailed ആയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ ഒരു സമ്മറിയിലേക്ക് വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. If a learner is taught different tenses with example, he is able to understand the sentence structure easily അല്ലേ. ഒരു പർട്ടിക്കുലർ ടെൻസസിനെ കുറിച്ച് പഠിപ്പിക്കുന്നതിന് മുന്നേ ഒരുപാട് എക്സാമ്പിൾ പറഞ്ഞിട്ട് ഇന്ന സെൻറ്റൻസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ സ്ട്രക്ചറും കൂടി പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് ഈസിലി ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള പഠനത്തിനെയാണ് അനാലിസിസ് ടു സിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഇൻഡക്ഷൻ ടു ഡിഡക്ഷൻ. In the induction method, we give some examples first, then try to reach on a conclusion. കുറേ എക്സാമ്പിൾ പറഞ്ഞു കൊടുത്തിട്ട് ഒരു കൺക്ലൂഷനിൽ എത്തുന്നു. In deduction, first of all, a rule is explained, then some examples are given. ഡിഡക്ഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ കുറച്ച് എന്താണോ റൂള് അത് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം അതിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ് ഇൻഡക്ഷനും ഡിഡക്ഷനും തമ്മിലുള്ള വ്യത്യാസം. ടീച്ചിങ് ഷുഡ് ഓൾവേസ് പ്രൊസീഡ് ഫ്രം ഇൻഡക്ഷൻ ടു ഡിഡക്ഷൻ. എപ്പോഴും നമ്മൾ ഇൻഡക്ഷൻ ടു ഡിഡക്ഷനിലേക്ക് പോകണം എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ സ്പീക്സ് ലൗഡർ ദാൻ ലാംഗ്വേജ് എക്സ്പ്ലനേഷൻ. ലാംഗ്വേജ് എക്സ്പ്ലനേഷനേക്കാളും കൂടുതൽ എക്സാമ്പിളാണ് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പം എന്നാണ് പറയുന്നത്. സച്ച് എക്സാമ്പിൾസ് ക്യാൻ ഹെൽപ്പ് സ്റ്റുഡൻസ് ലേൺ മച്ച് ബെറ്റർ കോംപ്ലിക്കേറ്റഡ് കൺസെപ്റ്റ്സ്. മച്ച് കോംപ്ലിക്കേറ്റഡ് കൺസെപ്റ്റ് ആണെങ്കിലും എക്സാമ്പിൾസിലൂടെ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. സോ ആദ്യം തന്നെ എക്സാമ്പിൾസ് പറഞ്ഞിട്ട് പിന്നെ ഒരു കൺക്ലൂഷനിലേക്ക് വരുന്നതായിരിക്കും നല്ലത്.
ആൻഡ് ദ നെക്സ്റ്റ് വൺ സൈക്കോളജിക്കൽ ടു ലോജിക്കൽ. സൈക്കോളജിക്കലി നമ്മൾ കുട്ടികളെ അറിഞ്ഞതിന് ശേഷം മാത്രമേ ലോജിക്കലി ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. വൈൽ ടീച്ചിങ് ദ ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്, കപ്പാസിറ്റീസ് ആൻഡ് ഡിഫിക്കൽട്ടി ലെവൽ ഓഫ് ദ ലേണർ ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ്. ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കണം. ഓരോ കുട്ടിയുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ചിട്ട് അവരുടേതായ എല്ലാ വ്യത്യാസങ്ങളും മനസ്സിലാക്കിയിട്ട് നമ്മൾ വേണം ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ, വൊക്കാബുലറി ആൻഡ് സെന്റൻസ് സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ് ഷുഡ് ബി ടോട്ട് കീപ്പിംഗ് ഇൻ മൈൻഡ് ദ ഡിഫിക്കൽട്ടി level of the learners, and then they could be arranged and explained in a logical manner. അവരുടേതായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ലോജിക്കലി നമ്മൾക്ക് എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ടീച്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ. And the last one relate form to meaning and contextualize. All class activities should be meaningful. Whatever activity the students are involved in, the students should be able to understand the meaning of what they hear, say, read or write. Teach new vocabulary items in context. ഓരോ കാര്യങ്ങളും കുട്ടികളെ അറിഞ്ഞ് തന്നെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് മാക്സിംസ് യൂസ്ഡ് വൈൽ ടീച്ചിങ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വരുന്നത്. സോ കേട്ടറ്റിനെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഉപകാരപ്പെടും. ക്ലാസ് കേട്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാൻ പാടില്ല. Thank you so much for watching. Bye bye.